ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. പാലാട്ടിൽ എബ്രഹാമിനാണ് പരിക്കേറ്റത്. പറമ്പിൽ ജോലി ചെയ്യുമ്പോഴാണ് 62 വയസ്സുള്ള അബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. രാഹുൽ സുരേഷ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ ചേരുന്നുണ്ട്. രാഹുൽ, ഇതെപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, അല്പം മുമ്പ് ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു എന്ന വിവരമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കക്കയം സ്വദേശിയായ പാലാട്ടിൽ എബ്രഹാമിനാണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത്. ഇയാളുടെ പറമ്പിൽ ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു. ജോലി ചെയ്യുന്നതിനിടെയാണ് കാട്ടുപോത്ത് അപ്രതീക്ഷിതമായി ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാട്ടുപോത്തിന് മുന്നിൽ തന്നെ പെടുകയായിരുന്നു. തുടർന്നാണ് ഈ എബ്രഹാമിന്റെ നെഞ്ചിൽ കാട്ടുപോത്ത് കുത്തിയത്. ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലുശ്ശേരി ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് പിന്നാലെയാണ് പരിക്ക് ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇന്നലെ കോഴിക്കോട് കൂരാച്ചുണ്ടിൽ, ഈ കക്കയത്തിന് സമീപമുള്ള കൂരാച്ചുണ്ടിൽ കാട്ടുപോത്ത് ഇറങ്ങിയത് വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധം ആയി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കാട്ടിലേക്ക് തുരത്തി എന്നാണ് ഏറ്റവും ഒടുവിലും വനം വകുപ്പ് വ്യക്തമാക്കിയത്. ഇതേ കാട്ടുപോത്ത് തന്നെയാണോ ഇപ്പോൾ ഇത്തരത്തിൽ ആക്രമണത്തിന് രാഹുൽ, ഒരു നിമിഷം തുടരും. ഇപ്പോൾ ശ്രീ പൗലോസ്, അദ്ദേഹം ഈ എബ്രഹാമിന്റെ സഹോദരനാണ്, ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ പൗലോസ്, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്, ഈ കാട്ടുപോത്തിന്റെ ആക്രമണം? ഉച്ച കഴിഞ്ഞ ഇത് കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്നോ എബ്രഹാം അപ്പോൾ? അതെ. ഇപ്പോൾ ആരോഗ്യനില എങ്ങനെയുണ്ട്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണല്ലോ അല്ലേ എബ്രഹാം ഉള്ളത്? മെഡിക്കൽ കോളേജിൽ എത്തുന്നതേ ഉള്ളൂ. അവിടേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ കൂട്ടത്തിൽ പോയവര് പറയുന്നത് മരിച്ചെന്നല്ല. താങ്കൾ അപ്പോൾ അവിടെ എവിടെയാണുള്ളത്? ഇപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണോ? അതെ, ഞാനിപ്പോ പടനിലത്തെത്തി. ഓക്കെ, ഇത് ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖലയാണോ ശ്രീ പൗലോസ്, ഈ വന്യജീവികളുടെ? അതെ, അവിടെ കാട്ടുപോത്ത് ഈ സൈഡിൽ കൂടെ മുഴുവനും കാട്ടുപോത്ത്. ഇന്നലെ കല്ലാനോട് അങ്ങാടി, കൂരാച്ചുണ്ട് അങ്ങാടിയിലൊക്കെ വന്നല്ലേ. അപ്പം കാട്ടുപോത്ത് ഇതിപ്പോ വനാതിർത്തിക്ക് അടുത്താണല്ലോ സ്ഥലം. അപ്പൊ കാട്ടുപോത്ത് സ്ഥിരമായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. കാട്ടുപോത്തും ആനയും കുരങ്ങും എല്ലാ സാധനങ്ങളും കൃഷിയിടങ്ങളിൽ ഇറങ്ങിയിട്ട് കൃഷി മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത മേഖലയിലാണല്ലോ ഈ കാട്ടുപോത്തുകളൊക്കെ എത്തിയത്. അപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയതാണോ? അവർ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് എത്തണമെങ്കിൽ തന്നെ പല സ്ഥലത്തും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എല്ലായിടത്തും ഇത് എത്തണമെങ്കിൽ ഇവരെ പറഞ്ഞെത്തണമല്ലോ എല്ലായിടത്തും. ഇവർക്ക് ശരിക്കും പിന്നെ ഫെൻസിങ് ഇട്ടിട്ട് ഇവർക്ക് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനം ഇവർ ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ ഇനി ഒരുപാട് ജീവൻ പോകും ആ മേഖലയിൽ. അപ്പോൾ ഇത് ഇങ്ങനെ വനവുമായി ചേർന്ന് കിടക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫെൻസിങ് ഇടേണ്ടതുണ്ട്. ഇത് നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ഒരു ആവശ്യമല്ലേ ശ്രീ പൗലോസ്? അതെ, ഇത് നേരത്തെ ഉന്നയിക്കുന്ന, പക്ഷെ ഇതൊന്നും നടപ്പിലാകുന്നില്ലല്ലോ. ശരി, നന്ദി ശ്രീ പൗലോസ് പ്രതികരണം അറിയിച്ചതിന്. താങ്കൾ അവിടേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിബിൻ ജോസ്, അദ്ദേഹം ആ നാട്ടുകാരനാണ്, നിബിൻ ജോസ് കൂടി ചേരുന്നുണ്ട്. നിബിൻ ജോസ്, ദാരുണമായ ഒരു സംഭവമാണ്. കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കാട്ടുപോത്തിന് ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. സമാനമായ രീതിയിൽ കൃഷിയിടത്തിൽ വെച്ചാണ് നേര്യമംഗലത്ത് വയോധികയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ സമാനമായ രീതിയിൽ കൃഷിയിടത്തിൽ വെച്ച് ഈ എബ്രഹാമിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന വിവരങ്ങൾ ശ്രീ നിബിൻ ജോസ്? ഇത് 2-3 ദിവസമായിട്ട് ഇവിടെ കാട്ടുപോത്തിന്റെ ശല്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ കൂരാച്ചിന്റെ അങ്ങാടിയിൽ ഇറങ്ങി ഒരു കാട്ടുപോത്തിനെ അവർ ഓടിച്ച് ഈ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇന്ന് രാവിലെ ആ ഭാഗത്ത് തന്നെ ഒരു വീടിന് മുറ്റത്ത് കാട്ടുപോത്ത്. അതിനുശേഷം ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഞങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കാണ് ഒരു വിനോദസഞ്ചാരിനെ ഡാമിൽ നിന്ന് കാട്ടാന കുത്തി ആക്രമിക്കുന്നത്. അതും അതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു കിലോമീറ്റർ വ്യത്യാസത്തിൽ തന്നെയാണ്. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധ സഹകരണം ഉണ്ടാകുന്നില്ല. ഇതിന്റെ കഴിഞ്ഞ ഒരു മാസത്തിനായിട്ട് കാട്ടാന ശല്യം ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ശരി, നന്ദി ശ്രീ നിബിൻ ജോസ്. അവിടെ ജീവിതമാകെ ദുരിതത്തിലാണ് എന്നാണ് നിബിൻ ജോസ്, അദ്ദേഹം നാട്ടുകാരനാണ്, പ്രതികരിച്ചത്.